ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു വിഭവമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പണ്ട് അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു 10-25 വർഷം മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഫോർട്ട് കൊച്ചിയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ അതുപോലെ നെയ്ബേഴ്സിന്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിന് പോകുമ്പോൾ ക്രിസ്ത്യൻസിന്റെയും ആംഗ്ലോ ഇന്ത്യൻസിന്റെയും ഒക്കെ ഇടയിലാണല്ലോ ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ കൂടുതലും അങ്ങനത്തെ ഒരു സമൂഹമാണ് കൂടുതലും. അപ്പോ പോകുമ്പോ നമ്മള് വിന്താലു എന്ന് പറയുന്ന ഒരു വിഭവം കഴിച്ചിട്ടുണ്ട്. അപ്പൊ വിന്താലു എന്താണ് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. പ്രത്യേകിച്ച് പാചകത്തിനോട് ഒരുപാട് താല്പര്യമുള്ള കുട്ടിക്കാലം തൊട്ടേ ഭയങ്കര താല്പര്യമാണല്ലോ. അപ്പൊ എന്താണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട്, എന്താണ് സംഭവം നിങ്ങളുള്ള പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എന്റെ മിക്ക ഡിഷസും ഞാൻ പഠിച്ചിരിക്കുന്നത് ഒരു കൗതുകത്തിൽ നിന്നാണ്. അതായത് ഇതെന്താണ് അതെന്താണ് ആ ഒരു സ്വഭാവം ഇന്നും ഉണ്ട് അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ഒരു ഫ്രണ്ടാണ് അന്ന് പറഞ്ഞു തന്നത് ഈ വിന്താലുടെ പ്രിപ്പറേഷൻസ്. അപ്പൊ അവള് ശരിക്കും എനിക്ക് പറഞ്ഞു തരികയാണ് ചെയ്തത്. പിന്നെ ഞാൻ അത് ചെയ്താണ് ഗ്രാജുവലി ഇപ്പൊ കാണിക്കുന്ന വിന്താലുവിന്റെ പരുവത്തിലോട്ട് എത്തിയത്. അപ്പൊ എന്തായാലും ഇന്ന് ബീഫ് വിന്താലു ആണ് ചെയ്യുന്നത്. ബീഫ് വിന്താലു ചെയ്യുമ്പോൾ കുറച്ച് നെയ്യുള്ള ഇറച്ചിയൊക്കെയാണ് കുറച്ചും കൂടെ ടേസ്റ്റിയും പിന്നെ ആ ഒരു നെയ്യും ഒക്കെ വരുമ്പോഴാണ് ടേസ്റ്റ് വരിക. തലേന്നേ പ്രിപ്പയർ ചെയ്ത് വെക്കും, എന്നിട്ടാണ് പിറ്റേ ദിവസം അവരെടുത്ത് കഴിക്കുന്നത്. പ്രത്യേകിച്ച് കല്യാണത്തിനൊക്കെ തലേന്ന് വിന്താലു നിർബന്ധമായിട്ടും ഉണ്ടാകുന്ന ഒരു വിഭവമാണ്. അപ്പൊ എന്തായാലും അതിലോട്ട് വേണ്ടത് 1 കിലോ ബീഫിന്റെ പ്രിപ്പറേഷൻ ഞാൻ പറയാം. 1 കിലോ ബീഫ് ആണെങ്കിൽ വലിയ സവാളയാണെങ്കിൽ ഒരു 3 മതി. തീരെ ചെറിയ സവാളയാണെങ്കിൽ 4-5 വരെ ആകാം. പിന്നെ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ നേരിയതായിട്ടൊന്നും അരിയണ്ട. ഒരു സവാള എടുക്കുക, 2 ആക്കുക, കമത്തി വെക്കുക, ആ മുളച്ചു നിൽക്കുന്ന ഭാഗം മുകളിലായിട്ട് അത് സെന്റർ കട്ട് ചെയ്യുക. പിന്നെ 1, 2, 3 3 കട്ട് നമ്മൾ ക്യൂബിക് ആയിട്ട് കട്ട് ചെയ്യില്ലതാ ഇതുപോലെയാണ് നമ്മൾ സവാള കട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കടുക് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 പിടിയാണ് കടുക് വേണ്ടത്. അതായത് നമ്മുടെ കടുകിന്റെ പാത്രം തുറന്നിട്ട് കയ്യിലോട്ട് ഇങ്ങനെ പോർ ചെയ്ത് കൊടുക്കുമ്പോൾ 1 പിടി കിട്ടില്ലേ. 1 കിലോ കാണിട്ടോ 1 പിടി കടുകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ആവശ്യത്തിന് വേണം. ഒരു വിരലിന്റെ അത്രയുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം, വെളുത്തുള്ളി ഒരു 2 കുടം വെളുത്തുള്ളി എടുക്കാം. അതൊക്കെ കൂടെ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചതാണിത്. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി. അതായത് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം. പിന്നെ മഞ്ഞപ്പൊടി വേണം, പിന്നെ കുറച്ച് ഗരം മസാലയും. സിമ്പിൾ ആയിട്ടുള്ള ഡിഷാണിത്, പക്ഷെ ടേസ്റ്റ് അപാരമാണ്, ഒരു രക്ഷയില്ല. അപ്പൊ എന്തായാലും നമുക്ക് വേഗം തന്നെ തുടങ്ങാം. നല്ല ബീഫെല്ലാവരും നല്ല കഴുകി വെച്ചിട്ടുണ്ട്, ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഫ്ലെയിം ചെയ്തു, കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കുന്നത് ആവശ്യത്തിന്. അതായത് നമുക്കൊരു 5 സവോള ഉണ്ടല്ലോ, അപ്പൊ ആ സവോള വഴറ്റാൻ മാത്രമല്ല നമ്മുടെ ഇറച്ചി നെയ്യുള്ള ഇറച്ചിയാണ്, അപ്പൊ കൂടുതൽ ഓയിലിന്റെ ആവശ്യമില്ല. പിന്നെ ഈ കുപ്പി കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ, പച്ച കളറ്. ഒരു പ്രാവശ്യം ഒലിവ് ഓയിൽ വാങ്ങിച്ചപ്പോ കിട്ടിയതാണ് ഈ കുപ്പി, അല്ലാതെ ഓയിൽ ഇടാൻ വേണ്ടി ഒന്നും വാങ്ങിച്ച കുപ്പിയല്ല. പക്ഷെ ആ കുപ്പിയുടെ കളറ് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തോടുകൊണ്ട് സൂക്ഷിച്ചു വെച്ചതാണ്. ഇപ്പോഴും നല്ല കുറെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഭംഗിയുള്ള സാധനങ്ങൾ കണ്ട അപ്പൊ തന്നെ അതങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് വെക്കും, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ എന്തായാലും എണ്ണ ചൂടായി. ഇതിലോട്ട് നമുക്ക് ക്യൂബിക് ആയിട്ട് കട്ട് ചെയ്ത സവോള എടുത്തിടാം. സവോള ഇതില് ഭയങ്കരമായിട്ട് മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. സവോള ഇട്ടു. അതുപോലെ തന്നെ ഞാൻ വേപ്പിലയൊക്കെ ഇപ്പൊ തന്നെ ഇടുകയാണ്. വേപ്പില ഇതിവിടെ നമ്മുടെ വേപ്പിലയാണ്, നമ്മുടെ മുറ്റത്തുണ്ടായ വേപ്പിലയാണ്. സവോളയും വേപ്പിലയും ഇട്ട് തീ കൂട്ടി വെച്ച് ഇതൊന്ന് ആകുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് മുളക് പൊടി വേണം. അപ്പൊ മുളക് പൊടി ഒരു 5 ടേബിൾ സ്പൂൺ ആണ് 1 കിലോ ഇറച്ചിക്ക്. അപ്പൊ ഇത് ഏകദേശം എരിവുള്ളതും അതായത് കാശ്മീരി മുളക് പൊടിന്റെയും കൂടെ മിക്സ് ആയതുകൊണ്ട് 4 ടേബിൾ സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് വിനീഗറിൽ നന്നായിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട, ആവശ്യത്തിന് എനിക്ക് തോന്നുന്നു ഒരു 1/4 കപ്പ് വിനാഗിരിയൊക്കെ ഒഴിക്കാം. ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വിന്താലുയുടെ കോമ്പിനേഷൻ വിന്താലു, മോരുകറി, കുമ്പളങ്ങ മോരുകറി, ഒഴിച്ചുകറി, പിന്നെ അതുകൂടാണ്ട് നല്ല ചൂട് ചോറ് ഒക്കെയാണ് പൊതുവെ ഞാൻ കണ്ടുവരുന്ന കോമ്പിനേഷൻസ്. പിന്നെ മാത്രമല്ല വിന്താലുയുടെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. വിന്താലു ഒരു ഗോവൻ ഡിഷാണ്. സത്യത്തില് നമ്മുടെ കൊച്ചിയിലുള്ള ഡിഷല്ല, ഇതൊരു ഗോവൻ ഡിഷാണ്.
അതായത് ആംഗ്ലോ ഇന്ത്യൻസിന്റെ ഇടയിൽ ഉള്ള ഒരു വിഭവമാണിത്. അങ്ങനെയാണ് ഇത് ഇവിടെ കൊച്ചിയിൽ, ഫോർട്ട് കൊച്ചിയിൽ വന്നതും ഇവിടെയുള്ള ആളുകൾ ഇത് വെക്കുകയും പിന്നെ അങ്ങോട്ട് ഇപ്പൊ ഗ്ലോബലൈസേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഇപ്പൊ അവിടെയുള്ള ആൾക്കാരുടെ ഡിഷ് ഇവിടെയുള്ള ആൾക്കാരുടെ ഡിഷ് അവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കാൻ തുടങ്ങിയില്ലേ. എന്തായാലും വിന്താലു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അത്താഴ ഊണിനൊക്കെ വെക്കുമ്പോൾ ഈ വിന്താലു ഉറപ്പായിട്ടുണ്ടാവും. ഈ വിന്താലു ബീഫ് മാത്രമല്ല കേട്ടോ, ഫിഷും വെക്കാൻ പറ്റും, നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ ഫിഷും ബീഫും ഒക്കെ വെച്ച് കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് വിന്താലു. ഈ കണ്ടില്ലേ ഈ സവോള അതിന്റെ ആ ഒരു പിങ്കിഷ് ടോൺ ചെറുതായിട്ട് വിട്ട് ഒന്ന് തളർന്നു വന്ന ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു പിടിക്കടുകും ഇഞ്ചിയും വെളുത്തുള്ളി, ഓക്കെ, ഇതുകൂടെ നമുക്ക് ഇതിലോട്ട് ഇടാം. അതുകൂടി ഇട്ട് നല്ലോണം നമ്മളിത് ഇളക്കിയതിന് ശേഷം ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ചെറുതായിട്ട് ഒരു പച്ചപ്പ് ഉണ്ടാവുമല്ലോ, അതൊന്ന്, ഇത് ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോ വെച്ചിരിക്കുന്നത്. സവോളയുടെ കളറൊക്കെ മാറി. മഞ്ഞളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഇനി മഞ്ഞൾ ആഡ് ചെയ്യണം, ഗരം മസാല ആഡ് ചെയ്യണം, നമ്മുടെ മുളക് പൊടി, മഞ്ഞളിട്ടു, അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറച്ചും ഗരം മസാല ഇട്ടു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ മുളക്, നമ്മൾ സോക്ക് ചെയ്ത് വെച്ച നമ്മുടെ മുളക് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം. മുളക് കൂടി ഇട്ടു. ഇനി ഇതൊന്ന് ഇളക്കി, നേരിയ തീയിലാണ് ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിനി ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ നമുക്ക് ഈ മുളകിന്റെ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കലക്കിയെടുക്കാം. ഇത് വെള്ളം ഒഴിച്ച് ഇതിവിടെ മാറ്റി വെച്ച് തീ ഇത്തിരി കൂട്ടി, ഈ മുളക് ആദ്യം ഇതിന്റെ മുളകിന്റെ ഒരു പച്ചപ്പ് മാറാനുണ്ട്, അത് മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർക്കാം. സാധാരണ നമ്മൾ ഒരു ഇറച്ചിക്കറി വെക്കുമ്പോൾ നമുക്ക് കുറെ വഴറ്റാനുണ്ടാകും. ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഒക്കെ നന്നായിട്ട് വഴന്ന്, പിന്നെ മല്ലിപ്പൊടി ഇട്ട്, മുളക് പൊടി ഇട്ട്, ചിക്കൻ മസാല ഇട്ട്, അങ്ങനെയൊക്കെ കുറെ പ്രോസസ്സ് ഉണ്ട്. ഇതിന് അത്രയും പ്രോസസ്സ് ഒന്നുമില്ല. കുറെ നേരം ഇങ്ങനെ സോട്ട് ചെയ്ത് ഒന്നും സ്പെൻഡ് ചെയ്യണ്ട. മുളകിട്ടാൽ മാത്രം ഒരു ഇച്ചിരി നേരം ഇതൊന്ന് വഴറ്റാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഈ വെള്ളം ഒഴിക്കാം. ഓക്കെ, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. ഓക്കെ, എന്നിട്ട് തീ കുറച്ച് കൂട്ടി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി ഇതിലൊന്ന് മെഴുക്ക് തെളിഞ്ഞ് വരുമ്പോൾ പുളി, അതുപോലെ ഉപ്പ്, നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് ഒക്കെ പാകമാണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബീഫ് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് പ്രഷർ കുക്കർ മൂടിക്കഴിഞ്ഞ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വന്ന് തീ കുറച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ, ഇറച്ചിയുടെ വേവ് അനുസരിച്ച്, ഇപ്പൊ നല്ല മൂത്ത ഇറച്ചിയാണെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിന്താലു റെഡിയായി. അപ്പൊ പറഞ്ഞത് എളുപ്പമായി തോന്നണമെങ്കിൽ കുക്കിംഗ് അതിലും എളുപ്പമാണ്. എന്തായാലും നമുക്കിത് നേരെ തീയിൽ വെച്ചിട്ട് ഇതിലെ മെഴുക്കൊന്ന് തെളിയട്ടെ. ഇപ്പൊ കണ്ടില്ലേ, ഇതാ മെഴുക്കൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക്, അതായത് വിന്താലുവിന് വേണ്ട സോൾട്ട് നമ്മൾ ഇതിലോട്ടിട്ട്, വേണമെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കിയിട്ടിടാം. ഓക്കെ, സോൾട്ട് ഇട്ട് മസാലയൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബീഫ് ഇടാം. കണ്ടില്ലേ, ആവശ്യത്തിന് നെയ് കഷ്ണമൊക്കെ ഉള്ള ബീഫാണിത്. ഇനി ബീഫ് കൂടെ നമുക്ക് ഇതിലോട്ട് ഇടാം. ഇതത്ര മൂത്ത ഇറച്ചിയല്ല. അപ്പൊ ഇനി ഇത് നന്നായിട്ട് ചേർത്ത് ഇളക്കി, ഇത് ശരിക്കും ഒരുപാട് ഗ്രേവി ഉള്ളൊരു ഡിഷല്ല.
എന്നിരുന്ന തീരെ സെമി ഗ്രേവിയാണ് വിന്താലു ശരിക്കും. മീൻ വിന്താലു ഒക്കെ വെക്കുമ്പോ വെച്ചടത്ത് ഇരിക്കണം എന്ന് പറയും. പക്ഷെ ബീഫ് എന്ന് പറയുമ്പോൾ ഇവിടെ വീട്ടില് എല്ലാവർക്കും വിന്താലു ആവുകയും വേണം, എന്നാൽ കുറച്ച് ഗ്രേവിയും വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു സെമി ഗ്രേവി പരുവത്തിലാണ് ഇവിടെ വിന്താലു വെക്കല്. എന്നാലും മതിയാവും വെള്ളം. ഇനി ഇതിൽ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. എന്തായാലും ഞാനിത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഒരു മീഡിയം തീയിലാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. ഇനി ഒരു വിസിൽ വന്നിട്ട് തീ കുറച്ച് ഒരു 20 മിനിറ്റ് ആണ് മൂത്ത ഇറച്ചിക്ക്. ഇത് അത്ര മൂത്തതല്ലാത്തോടം കൊണ്ട് ഞാനൊരു 15 ഒരു 16 ആ ഒരു ടൈമൊക്കെയാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ തീ കുറയ്ക്കണം വിസിൽ വന്നു കഴിയുമ്പോ. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇതാ വിസിൽ വരാൻ പോവാണ്. വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ച് 20 മിനിറ്റ്. ഓക്കെ, വിസിൽ വന്നു. പിന്നെ എന്തായാലും നമുക്കൊരു 5-10 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വറ്റിക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ യൂഷ്വലി പാകത്തിനായിരിക്കും. കാരണം നമ്മൾ വെള്ളം അധികം ഒഴിച്ചിട്ടില്ല. എന്നിരുന്നാലും വെള്ളം കുറച്ച് ഇറച്ചിന്ന് വരികയാണെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ട് വറ്റിക്കണം. അപ്പൊ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ്. ഇപ്പൊ വിസിലൊക്കെ പോയി, ഇതാ കണ്ടില്ലേ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ കുക്കർ തുറക്കാൻ പോവാണ്. കണ്ടില്ലേ, നല്ല കുറുകി നല്ല പാകത്തിനാണ് ഇത് ഇരിക്കുന്നത്. ഇതിൽ വെള്ളം കൂടുതലില്ല. വെള്ളം ഇച്ചിരി കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മളിതൊന്ന് വറ്റിക്കണം. അപ്പൊ വേവും ഒക്കെ പാകമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വേറൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വിന്താലു റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് ചോറിന്റെ കൂടെ മാത്രമല്ല, നമ്മുടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. കാരണം പൊറോട്ടയും ബീഫും കൂടെ കൂട്ടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല മലയാളികള്. അപ്പൊ ശരിക്കും അപ്പത്തിന്റെ കൂടെ, അതുപോലെ പൊറോട്ടയുടെ കൂടെ, മാത്രമല്ല നല്ല മോര് കറിയും മോര് കാച്ചിയതും ചോറും, ചൂട് ചോറും വിന്താലും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പൊ ഉറപ്പായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം മറ്റൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.